ടീമുകളെല്ലാം ഒന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. അതുപോലെ മോശം ടീമിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് അവര് അതിൽ നിന്ന് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ടീമിലുള്ള ആൾക്കാരെ സ്ലോട്ട് ഒന്ന് മാറ്റിയിട്ട് അല്ലല്ല ഏറ്റവും മോശം പെർസെന്റേഷൻ ഉള്ളവരെ നാളെ IRL ഡാൻസ് കളിപ്പിക്കും. അപ്പൊ ടീമുകൾ എന്ന് പറഞ്ഞാൽ ടീം തരിപ്പൻസ്, ടീം പൊളപ്പൻസ്, SMS എന്റർപ്രൈസ്, ടീം ബേബി, ടീം ചൈന ടൗൺ, ടീം ഷാർജ, ടീം ശരവണ ബ്രദേഴ്സ്, ടീം ഓയ. സോ അപ്പൊ ആദ്യത്തെ പ്രസന്റേഷനായി ഞങ്ങള് ടീം ഓയ ക്ഷണിച്ചു കൊള്ളുന്നു. ഏബൽ അലക്സ് സെക്കൻഡ്. നമ്മുടെ ഒരു കോർഡിനേറ്റർ പറയേണ്ട കാര്യമുണ്ടാ? ബിസിനസ് പൊട്ടി. എല്ലാവർക്കും വിശിഷ്ടമായ ജഡ്ജസ്, എല്ലാവർക്കും നമ്മുടെ കൂപ്പുകൈ നമസ്കാരം. നമസ്തേ. ആദ്യം തന്നെ നെഗറ്റീവ് മാർക്ക്. ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇടേണ്ട ഡ്രസ്സ് ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇല്ല അണ്ണാ, നമ്മളെല്ലാം നാടാണാണേ. നമ്മൾ രണ്ടുപേരും നാടാണാണ്, ഇവർ രണ്ടുപേരും ഇത്തിരി മോഡേണാണ്. അങ്ങനല്ല, മോഡേണിന്റെ ഇതിന്റെ അല്ല. ഒരു ബിസിനസ് മീറ്റിംഗിന് ബിസിനസ് പ്രസന്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇതല്ല. വല്ല വാർ കളിക്കാൻ വല്ല പോകുന്നുണ്ടോ നിങ്ങള്? നമ്മള് നമ്മുടേതായ തനിമ വിട്ട് കളയാതെ ചെയ്യുന്ന ഒരു സംരംഭമാണിത്. ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് അണ്ണാ സിറ്റിയില്. സത്യം പറഞ്ഞ അതായിക്കോട്ടെ, എന്താണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ചോദിച്ചു? പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടാണ് പറഞ്ഞ കേക്കട്ടെ. അതാണ് ഓക്കെ അണ്ണ. അത് അണ്ണ ഇപ്പൊ സിറ്റിയിൽ ഒരു ആണും ഒരു പെണ്ണും കൂടെ ഒരുമിച്ച് കിടക്കുമ്പോൾ അവർക്ക് എന്താണില്ല, അത് പ്രൈവസി. താഴെ സംസാരിക്കില്ലെന്ന് പറയടാ അമ്മമാരുടെ അടുത്തുനിന്ന്. പ്രൈവസി ഇല്ല. പ്രൈവസി, ഒരു മനസ്സമാധാനമായിട്ട് സംസാരിക്കാനുള്ള സ്ഥലമുണ്ടോ സിറ്റിയില്? ഒരു ആണിനും ഒരു പെൺകൊച്ചിനും ഇല്ല. ആണിനും ആണിനും സംസാരിക്കാനും അവർ അത് നമ്മുടെ എതിര് തെറ്റ് പറയുന്നില്ല. അത് അവരുടെ ഇഷ്ടമാണല്ലോ. മോഡേൺ ആവണം, നാട് എടുക്കുമ്പോൾ നമ്മൾ നടുവേ ഓടണമെന്നാണല്ലോ, അതാണല്ലോ ശാസ്ത്രം. അതിനെ തെറ്റ് പറയുന്നില്ല. അവരായി അവരുടെ പാടെ അവർ പൊക്കട്ടെ, കുഴപ്പമില്ല. അത് പാടില്ല. നീ ആണ്ടൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നോ പ്രോബ്ലം. ആണ്ടൂടെ തന്നെ നടക്കണം. അപ്പം ഇത് അതുകൊണ്ടെന്ന് പറയും, ഈ കൊച്ചു പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാതെ. ഒരാണ് ഒരു പെങ്കൊച്ചൂടെ സംസാരിക്കും, ഒരു 10 കൊച്ചു പിള്ളേർ അതിന്റെ ഇടയിൽ കൂടെ വലിഞ്ഞ് കയറി കുത്തിയൊക്കെ നോക്കി വരും. നമുക്ക് കാലേ വരെ നിലത്തിരിക്കാൻ പറ്റും. ശരിക്കും നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണോ പറയണത്, അതോ ബിസിനസ് ഐഡിയ പറയണത്? അല്ലണ്ണ, ഒരു യുവജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണിത്. സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സമാധാനമായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഇവിടെ മലയും കുന്നും ഒക്കെ ഇല്ലേ? നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പിടിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് ഇപ്പൊ ബേസിക്കലി. ആ പിടിമലയിലാണ് ഇപ്പൊ കൊച്ചുപിള്ളേരുടെ അഴിഞ്ഞാട്ടമാണ്. അതറിയോ ബോസനെ? അത് ഏറ്റവും മെയിൻ സൂര്യാണ്, അഴുക്ക ചെറുക്കൻ. ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുന്ന കാര്യം പറയൂ. പറഞ്ഞോ ജോക്കി. പ്രസന്റേഷൻ അങ്ങനല്ലേ ജോക്കി? ഒറ്റയടിക്ക് നേരെ വന്നിട്ട് ഇന്ന് ഉണക്കമീൻ കച്ചവടം നടത്തുന്നു, അതാണ് പ്രസന്റേഷൻ അല്ലല്ലോ ജോക്കി. അത് കാര്യത്തിലോട്ട് വരണന്നേ. നമ്മള് ചെയ്യാൻ പോകുന്ന നമ്മുടെ സംരംഭത്തിന്റെ പേര് ഓയോ. ഓയുടെ ഫുൾ ഫോം എന്താ? അവർ വെരി ഓൺ റൂംസ്. വീഡിയോ പ്രസന്റേഷൻ അവേഴ്സ് യുവേഴ്സ് എന്താണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്? നമ്മള് ബേസിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. നമ്മുടെ ഇതിന്റെ ബേസിക്കലി ഒരു കോപ്പി അടിച്ച് കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. ഓയോ അമ്മരെയും കൊണ്ട് അടിച്ചെന്നാ നമ്മുടെ ഈ കോപ്പി അടിച്ചൊക്കെ നടത്തുന്നു. ലീഗൽ നോട്ടീസ് അയക്കായിരുന്നില്ലേ? അണ്ണ 10-20,000 കോടിയുടെ മറ്റേ നമ്മുടെ സൗണ്ട് വിട്ടു പോണേ. സൗണ്ട് വിട്ടു പോന്നാ? അതോ വീഡിയോ പ്രസന്റേഷൻ എല്ലാം ഉണ്ട്. ബോറിംഗ് ആയിരുന്നു കേട്ടോ. പ്രസന്റേഷൻ ഒക്കെ ശോകമല്ലേ? എന്തെങ്കിലും എടാ, ഈ ബാക്കിയുള്ളവരോട് ഇവിടെ സംസാരിക്കില്ലെന്ന് പറയണടാ. എടാ, ബാക്കിയുള്ള ആൾക്കാർ ഈ ബിൽഡിങ്ങിൽ നിന്ന് സംസാരിക്കല്ലടാ, അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോണേ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി, പയ്യെ വന്നാ മതി, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ് നമ്മള് നോക്കുന്നത്. കൂട്ടിയപ്പോഴേ പറഞ്ഞത് പൊട്ടോ. എന്താ ഉദ്ദേശിച്ചേ?
വിട്ടിട്ടാണോ തരുന്നേ? അയ്യോ എന്റെ അമ്മേ. ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ദർശന. അറിയത്തില്ല. അല്ല ഇതെന്താ? ഇതെന്താ? ഹലോ ആ ഇത് കഴിഞ്ഞ സംസാരിക്കും. നൽകുന്ന റൂംസ്, കുളിർമ ഇല്ലാതെ റൂംസ്, വൈഫൈ പ്ലസ് VPN ആക്സസ്, ആടാതി കട്ടിൽ, വെള്ളമുള്ള ബാത്റൂം, ആരാണ് സന്തോഷം ആഗ്രഹിക്കാറ്? കഴകൂട്ടം, അറ്റാച്ച്ഡ് മെഡിക്കൽ ഷോപ്പ്, പ്രൈവസി, അതല്ലേ എല്ലാം. നൈസ് പ്രസന്റേഷൻ. അമേസിംഗ്. ഗുഡ് ജോബ് ബോയ്സ്. അമേസിംഗ്. താങ്ക് യു. വർക്കുകളാണ് അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊറേ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പക്ഷെ നല്ല പ്രസന്റേഷൻ. വെരി ഗുഡ് ഐഡിയ. അണ്ണാ നിങ്ങളിപ്പോ വിചാരിക്കും കഴിഞ്ഞെന്ന്, പക്ഷെ അല്ല. നമ്മൾ 3 ഐഡിയാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 കിടിലോ ഐഡിയാസ്. ഇഡിയോട്ട് ഐഡിയാസ്. പിന്നെ ഓക്കെ. പക്ഷെ ഇതെന്തായാലും കൊള്ളാം. ഇത് നമ്മളിപ്പോ ആലോചിക്കുന്ന കാര്യമാണ്. കാരണം സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കപ്പിൾസ് ആണ്. ഇവര് പറഞ്ഞത് ശരിയാ. അത് ഇത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന കപ്പിൾസിന്റെ ഇത് പ്രകാരമാണ്. അവരോട് നമ്മൾ സർവേ ഒക്കെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ബേസിക്കലി സാധനം. ആണല്ലേ? എന്താണ് അടുത്ത ഐഡിയ? അടുത്ത നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാൻ MD പഠിച്ചിട്ടുണ്ട്, MDMA പഠിച്ചിട്ടുണ്ട്, BBS പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി പഠിച്ച ഒരാളാണ് ഞാൻ. അതെ, ഞാനൊരു സകലകല MDMA ഉണ്ട്, കഞ്ചാവുണ്ട്, എല്ലാം ബേസിക്കലി നമ്മൾ എല്ലാം പോകണം ഇവിടെ. അങ്ങനൊന്നും ഇല്ല. അതൊന്നുകൂടി പ്ലേ ചെയ്യാവോ? വീഡിയോ എന്തിനാ? ഞാൻ കണ്ടില്ല പെട്ടെന്ന് ഇവിടെ അർജന്റ് അത് തന്നെ കേട്ടോ. ആ ക്ലിപ്പ് ബാക്ക് അടിച്ച് പിന്നെ കെട്ടാ മതി. അടുത്ത ഐഡിയ എന്താണ് പറയും? അണ്ണാ അടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. നമ്മളൊരു കൗൺസിലിംഗ് സെന്റർ ആണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ. അതെ, ഈ കൗൺസിലിംഗ് സെന്റർ നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറയാനുള്ള കാരണം എന്താ? അണ്ണാ അത് വലിയ കുറെ കാരണമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൊല്ലണം അവനെ തീർച്ചയായും മൈൻഡ് സെറ്റ് ആണ് അല്ലേ? അവരെ പറഞ്ഞ് നമ്മൾ നല്ല വഴി നേർവഴി നടത്തുക. പിന്നെ അതിന്റെ കൂടെ സൂയിസൈഡിന്റെ എണ്ണമൊക്കെ വളരെ വർദ്ധിച്ചു വരികയാണ്. പ്രണയനൈരാശ്യം കാരണം അത് ഇത് പറയാനുള്ള സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെ നമ്മളിപ്പോ അതും ആലോചിക്കണ്ടേ? അതെ, നൈസ് ഐഡിയ, നൈസ് തിങ്കിങ്. എനിക്ക് 5 മിനിറ്റ് വേണം അവസാനം. ഒരു 10 മിനിറ്റ് മാക്സിമം. അല്ലല്ല, ജസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. ബേസിക്കലി അണ്ണാ ഈ ഒരു എക്സാമ്പിൾ വേണേ നമ്മൾ കാണിച്ചു തരാം കൗൺസിലിംഗ് സെന്ററിന്റെ. അല്ല, പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കാനുള്ള, നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ അത് സംസാരിക്കാറില്ലേ? ഉണ്ട്, അതിനുള്ള ചാൻസ് ആണെന്നില്ല അവർക്ക്. അവരുടെ ഏതാണ് ബേസിക്കലി അണ്ണാ ഈ അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പ്രണയനൈരാശ്യം അല്ല, പ്രണയനൈരാശ്യം അല്ല അലക്സിന്. അവൻ ചെറിയൊരു നിങ്ങൾ ഓരോ ഐഡിയാസ് ഓരോരുത്തരായിട്ട് പിച്ച് ചെയ്യൂ. ഇത് ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിലേക്ക് വരുവാണ് നമ്മൾ. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, എനിക്കറിയാവുന്ന നിങ്ങൾക്കും അറിയില്ല. ചെറിയൊരു വട്ടയസ് എന്തുണ്ടോ അല്ല, എന്താ പറയുന്നത് അറിയാതെ നമുക്ക് എങ്ങനെ അറിയാമെന്ന് പറയാൻ പറ്റും? അത് പറഞ്ഞു വരികയാണ്, അതിലേക്ക് എത്തുകയാണ്. അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ആൾക്കാരെ കൊല്ലണമെന്നുള്ള മൈൻഡ് സെറ്റ് നടക്കുന്ന ഒരാളാണ്. അമ്മ അറിയാമല്ലോ. ആണല്ലേ? അതവൻ 24/7 ഗണ്ണുമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. എനിക്കത് മനസ്സിലാവും. അതെ ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ വേണം മാറ്റിയെടുക്കാം. എന്റെ ഇങ്ങനെ ഹലോ അലക്സ്. ഹലോ, എന്താണ് താങ്കളുടെ പ്രശ്നം? എന്ത് പറ്റി? താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോരയോട് വല്ലാത്തൊരു ഭ്രമമാണ്. ഭ്രമം? കടിയാണ്? അതായത് കുഴപ്പമില്ല, ഭ്രമം. അതായത് എനിക്ക് ചോര വേണം, എനിക്ക് എല്ലാ ദിവസം ചോര കാണണം. അങ്ങനെയല്ല, അതായത് സമരം ചെയ്യുന്നവരുടെ പുറത്തൂടെ വണ്ടി കയറ്റുക, റോഡിന്റെ നടുക്കൂടെ പോകുന്നവരെ വണ്ടി ഇടിച്ചിടുക, പിന്നെ
പെട്ടെന്ന് എന്റെ ആരെങ്കിലും ഒന്ന് അറിയാണ്ട് തൊട്ടേ മുട്ടയൊക്കെ ചെയ്താ കൊരവള്ളി കയറി പിടിക്കുക. അതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുകളാണ്. നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം. എനിക്കറിയൂടാ ഇത് കുറച്ചാൾക്ക് മുമ്പാണ് തുടങ്ങിയത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എനിക്ക്. അത് എടാ ബേസിക്കലി ഇതൊക്കെ നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണോടാ. ഫോർ എക്സാമ്പിൾ നിനക്ക് അങ്ങനെ കൊല്ലാൻ അത്ര ആഗ്രഹം തോന്നി എന്താ ചെയ്യേണ്ടത്? ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ആമ്പിള്ളേരെയും കൊന്നുകളയാണ്. അതൊന്നും കുഴപ്പമില്ല. സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂടി സിറ്റി ഏത് ചെറിയൊരു നമ്മുടെ ഇതിന്റെ ഒരു ആഡായിട്ട്. അതിന്റെ ഇടയ്ക്കൂടെ പരസ്യം വന്നതല്ലേ? അതെ അതെ ചെറിയ മാക്സിമം നിന്റെ സൗണ്ട് വിട്ടുവിട്ട് പോണേ. സൗണ്ട് വിട്ടുവിട്ട് പോണേ. നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുവാണെങ്കിൽ മാക്സിമം കമ്മിറ്റഡ് ആയിട്ടുള്ളവരെ തന്നെ കൊല്ലടാ, കുഴപ്പമില്ല. അതാ നമ്മൾ പ്രണയ നൈരാശ്യമുള്ള ഒരാളെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ വാസവനെ മനസ്സ് മാറി അവന്റെ. അപ്പൊ പ്രോഡക്റ്റ് നീ തന്നെയാണോ? ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി. പ്രോഡക്റ്റ് നീയാണോ പ്രോഡക്റ്റ്? ആക്ച്വലി ഞാൻ തന്നെയാണ് MDMA എല്ലാം പഠിച്ചത്. ഓക്കെ, അടുത്തത് ഇനി എന്താ? പ്രേമ നൈരാശ്യമുള്ള ആള്, പ്രണയ നൈരാശ്യം. എന്താണ് സക്ക താങ്കളുടെ പ്രശ്നം? പറയൂ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കഴിവില്ലാത്തോണ്ടായിരിക്കും. അതല്ല അങ്ങനെ ആയിരിക്കാതിരിക്കാൻ കുഴപ്പമില്ല. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ, എന്തിനും കുറവല്ലോ ഉണ്ടാ? കുറവില്ലല്ലോ. മുൻകൂരി കാണിച്ചില്ല ഞാൻ. എപ്പോഴും ഇങ്ങനെ ഒരു വിഷമം വരുന്നത്. എല്ലാം കുഴപ്പമില്ല, ശരിയാവൂടാ. നമ്മളൊക്കെ ഇല്ലയുടെ കൂടെ. അതിന്റെ കാര്യമല്ല, മനസ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. മനസ്സിന്റെ കാര്യം എല്ലാം ഉണ്ട്. അത്രയൊക്കെ വിഷം വന്നങ്ങ് ചത്ത് കളയണം. പിന്നെ നോക്കല്ലേ. പ്ലീസ് ഡൈ സൂയിസൈഡ് പ്ലീസ് ബ്രോ. ഡോക്ടർ അല്ലേ ഞാൻ? കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ കൂടെ. ഞാനല്ലാതെ പിന്നെ ആര്? പേടിക്കണം, ഞാനുണ്ട്. അണ്ണാ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട്. ഇത് എങ്ങനെ സോൾവ് ചെയ്ത് പറയാനില്ല നിന്റെ അടുത്ത് വന്ന്. കിടിലം, അടിപൊളി. അല്ല നിങ്ങൾ 4 പേരും അടിപൊളി. നമുക്ക് റോളൊന്നുമില്ല. നമുക്ക് ബാക്കിൽ ആഡ് റണ്ണിയനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് നീ നന്നായിട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ചെയ്തു. ഇതിന്റെ ലാസ്റ്റിൽ തന്നെ വീഡിയോ ഉണ്ടോ? ഇല്ലല്ലോ, ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഫോട്ടോ മറ്റേ അല്ല കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങള് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ലേ? അത് നമ്മൾ അറിയിക്കാം. പ്രിയപ്പെട്ട എല്ലാ ജഡ്ജസിനും നമ്മുടെ നന്ദി, നമസ്കാരം. നമ്മുടെ ബാക്കിയുള്ള ഓക്കെ. നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലല്ല ഒരു ഓക്കെ. അതായത് ഈ 2 ബിസിനസ്സും ഒന്നിച്ചു കൊണ്ടാണ് പ്രോഡക്റ്റ് തന്നത്. അതെന്താണ്? അതായത് നമ്മള് ഒരു ബാർ നമ്മള് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അതായത് ഈ സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉള്ളവരുണ്ട്, ബാറ് തൂറി മെഴുകുന്നവരുണ്ട്. ഇവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യണ? ഇവർക്ക് വേണ്ടി വളരെ തുറന്ന ഇതിൽ മദ്യപിക്കാൻ ഒരു ബാറ്. പ്ലസ് നമ്മുടെ ജെട്ടിയിട്ട് പോയി എലാസ്റ്റിക് കാണിക്കുവാണെങ്കിൽ 10% ഓഫും മിച്ചറും ഗ്ലാസും ഫ്രീ. അതാണ് നമ്മുടെ ഈ ജട്ടി മാർക്കറ്റ് ചെയ്യാൻ ബാർ തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പെൻസ് ഉള്ള പരിപാടി. ബാർ തുടങ്ങിയാൽ ജട്ടി മാർക്കറ്റ് ചെയ്യാം. അതെ, അത് സ്ക്രാച്ച് ആൻഡ് കൂപ്പൺ ഉണ്ട്. അതിലൂടെ നമ്മുടെ മോഡൽ 1 ഡേ സ്പെൻഡ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, നടക്കി തന്നെ മാറ്റി അവൻ തിരിഞ്ഞിരിക്കാൻ ജട്ടി കാണിച്ചു. ഇല്ല മോഡലിന്റെ കൂടെ 1 ഡേ കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ആരുടെ വേണേലും തല വെക്കാം. വേണ്ട, നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് വേണം. ഞാനൊരു ഇത് വേണേ കാണിച്ചു തരാ. ഓക്കെ, ഒരു ഇത് കാണിച്ചു തരാം. ഫോട്ടോ വേണേ കാണിച്ചു തരാം. ഓക്കെ. മോഡൽ ഓക്കെ അല്ലല്ലോ? കത്തിയിലല്ലേ നമ്മളിവിടെ മോഡൽ കരിമ്പുലിയാ? കരിമ്പൂപ്പി പോലെ ജോഗി. ഒരു വിധത്തില് ഇവര് പറയുന്നത് ശരിയാ ജോഗി. ഒന്ന് ആലോചിച്ചു.
ഇതെന്താണിത്? അല്ല ജോക്കി, ഒരു വിധത്തിൽ ഇവര് പറയണ ശരിയാ. ജോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഒരു ഗ്യാങ്ങിൽ ഒരാളെ ഹോസ്റ്റേജ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ജട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ അപ്പി ചട്ടി ഇട്ട് നിൽക്കുന്നത് ഒരു ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. അതെ ആ സമയത്ത് ലോകം നമ്മൾ അടിക്കാം. കുറച്ചും കൂടി നല്ല ജട്ടി ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഗ്യാങ്ങിന് ഒരു പ്രൗഢിയല്ലേ അത്. മൂലത്തിൽ ലോകമൊക്കെ ഒരു ആലോചിച്ച് നോക്കി. സ്ക്രീൻ മാറ്റണം തോന്നുന്നു. ഇനി ആ ജട്ടി കണ്ടിട്ട് ആ സിമ്പിൾ ഉണ്ട്, അവർക്ക് പേടിക്കാൻ കൂടി പറ്റിയാലോ. എന്താ കൊലപതിയാ? ജെട്ടി പ്രസൻസ് എനിക്ക് കാണുന്നില്ല. കാലാപ്പാനി. ഇതാണ് അവർക്ക് സിറ്റിയുടെ ഇത് പക്ഷെ കാണാൻ പറ്റില്ല കേട്ടോ, ജട്ടി മാത്രം കാണുന്നില്ല. വെയിറ്റ് ചെയ്യണ്ട, വെയിറ്റ് ചെയ്യ, അടുത്ത ഫോട്ടോ ഉണ്ട്. ഒരുപാടുണ്ടോ നമുക്ക്? കാണാം. തലൈവെട്ടും ജട്ടി. എനിക്ക് ഫ്രണ്ടിൽ നോ സിഗ്നൽ കാണിക്കുന്നത്. എനിക്ക് ഇങ്ങനെ പല രീതിയിൽ പല ഗ്യാങ്ങിലും പാലം ജെട്ടി, അൺലീഷ് ദ ബീസ്റ്റ്, തല SMS ജെട്ടി, അൺലീഷ് ദ ബീസ്റ്റാ. അതാണ് നമ്മുടെ ഇത്. അത് കൊള്ളാം കേട്ടോ. അന്ന് മോഡലാക്കുവാണെങ്കിൽ നമുക്ക് ജോക്കി നത്തിങ് കൂടെ വെക്കായിരുന്നു. സത്യം. പക്ഷെ ഫ്രണ്ടിലുള്ള ആര് പൊന്തിച്ച കാണൂല. പക്ഷെ ഇത്ര നിങ്ങക്ക് ഫ്രണ്ടിലോട്ട് വരാം. നമ്മൾ ഇത്ര കടന്ന് ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ ഐഡിയ കൊള്ളാം. പക്ഷെ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പം സിറ്റിസൺസിനും ഈ ഗ്യാങ്ങിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം കൊയ്യാം. അണ്ണാ ഉണ്ട് ദേ ഈ മോഡൽ ഇട്ടിരിക്കുന്നത്. ഹാർട്ടുള്ള ജട്ടി കണ്ടിട്ടുണ്ടോ? ജെട്ടി കണ്ടിട്ടുണ്ടോ? ഇത് പോരെ, ഇത് പെമ്പിള്ളയുടെ ഇവ പെണ്ണാന്ന് വയ്യാന്ന്. സെക്സാ, സെക്സിയോ, യൂണിസെക്സാ. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്തായാലും കൊള്ളാടാ. നമ്മള് ഏറ്റവും ലാസ്റ്റില് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മള് കയ്യിലെടുത്ത് നടന്ന് വിൽക്കും. സത്യം. ഇവൻ ദോശക്കല്ലേ. അല്ല നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു പ്രോജക്റ്റിന് നിങ്ങൾ? ചെറിയ പൈസ ഉണ്ട്, എലാസ്റ്റിക് പൈസ ഉണ്ട്. അല്ല എന്നാലും എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും? ഒരു 50,000. അല്ല 100 കോടി. ബാറും കൂടെ വേണല്ലോ. ശരിയാ. ബാറും കൂടെ തുടങ്ങാൻ 100 കോടി രൂപ മതിയോ? മതി. ചെറിയ സെറ്റപ്പ് ചെയ്യുമ്പോ തുടങ്ങണ്ട. ചെറിയ സെറ്റപ്പ്. ഇവിടെ ഇതിപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇപ്പൊ വാസോണിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ഈ ബിസിനസ് അണ്ണൂന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി വിചാരിച്ചോ. അപ്പൊ വേണമെങ്കിൽ അണ്ണൂന് അത് 50 കോടി കൊടുത്തോണ്ടെങ്കിൽ അണ്ണൂന് പിന്നെ ഇവന്റെ ഇത് പറയരുത്. കൊള്ളാം മോനെ, കൊള്ളാം. നല്ല മോഡൽ ഉണ്ടല്ലോ, ഇവന്റെ ദോശക്കല്ലേ മോങ് വെച്ചിട്ടാ കൊണ്ടുവന്നവനെ. ഇല്ല ഇത് ഫാഷൻ. ഇത് ഏതോ മാമ ഇവിടെ ഫുഡ് കഴിക്കുന്ന റോഡില്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു SMS എന്റർപ്രൈസ്. ഓക്കെ. അണ്ണാ ഫ്ലഡ് ഉള്ള സമയത്ത് റോഡിൽ കൂടി എല്ലാം പോയാലേ ഷാർക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചു കയറ്റും. അപ്പൊ തന്നെ അല്ലാണ്ട് അവന്റെ ഷാർക്ക് ഫിന്ന അതിന്റെ തലയില്. എടാ ഞാൻ പിന്നെ ജോക്കി ഞാൻ അന്നേരം പറഞ്ഞതെന്ന് വെച്ചാ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തെ നമ്മൾ കറക്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അവരുടെ ഫ്ലോ പോകും ജോക്കി. അതാ ഞാൻ പറഞ്ഞത്. അവര് പ്രസന്റേഷൻ സമയം നമ്മളൊന്നും പറയണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതാണ് നല്ലത്. ആക്ച്വലി നമുക്ക് ആ ഓയ ബിസിനസിന്റെ കൂടെ ഇവരുടെ ജട്ടി ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെ, തൊട്ട് വെളിയിലായിട്ട് ഈ കട പണിയണം അല്ലേ? എനിക്ക് ആ ഓയ ബിസിനസ്സിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടൊരു കാര്യമുണ്ട്. എന്താ അപ്പൊ ശ്രദ്ധിച്ചായിരുന്നോ? ഒരിക്കലും കുലുങ്ങാത്ത കട്ടിൽ, അതിന്റെ ആ ബിൽഡിംഗ് സ്ട്രക്ചർ കണ്ടായിരുന്നോ? പൊളിയല്ലായിരുന്നോ? അത് പോലും ഇല്ല. പക്ഷെ നമ്മുടെ എക്സാംസ് വെക്കുമ്പോ ചിലപ്പോ അനങ്ങും. നിനക്കൊന്നും അനക്കാൻ എന്തായാലും പറ്റൂല അത്. പറഞ്ഞത് എന്നാ ഇവിടെ അടുത്ത ആരാ റെഡി? ഞങ്ങൾ റെഡിയാ. ബേബീസ്. ഓക്കെ, അടുത്തതായി ടീം ബേബി, LX2, ജുഗ്രു, മോബി. എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കൂട്ടമാണ് അവസാനം ഇത്. ആണോ? ഇവരെ ബിസിനസ് ചിലപ്പോ ഞാൻ എടുക്കും, കാരണം എന്റെ അത്ര ബാക്കപ്പ് ഉണ്ട്. ആണല്ലേ? അപ്പൊ പിന്നെ നീ അതെടുത്തോ. ഒരു ഐഡിയ നോക്കിയിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓടിച്ചു വിടണേ ഇവിടുന്ന്.
ഓ വെൽ ഓ വെൽ ഡ്രസ്ഡ് ഇംപ്രസ്ഡ്. നിങ്ങളാണ് ഈ കൂട്ടത്തില് കൊള്ളായിരുന്നു. കൂട്ടത്തിലെ ഒരു ബിസിനസ് മീറ്റിംഗിന് വരിക എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടുള്ളത്. കൊള്ളാം നൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പം ഞങ്ങളിവിടെ ഹലോ, ആദ്യമേ നിങ്ങളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. സർ വി ആർ ടീം ബേബി. ഓക്കെ Me Jugru, these are my partners, ഓക്കെ Alexu and Bobby. ഓക്കെ കേക്കാം. ഹലോ നമ്മള് രണ്ട് സൈഡും ഈ ലീഗൽ ആൻഡ് ഇല്ലീഗൽ സൈഡാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, അതുമേ നമുക്ക് ഇല്ലീഗലിയും തുടങ്ങാം. അത് നമ്മുടെ എന്റെ പാർട്ട്ണറായ അലക്സ് ഓക്കെ പറയും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്യാങ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് തന്നെയാണ്. ഓക്കെ, അതായത് നമ്മളെല്ലാവരും ഗൺസ് യൂസ് ചെയ്യും. അതെ, വെടിവെക്കാൻ. ഓ. അപ്പം വെടിവെച്ച് കുറെ കഴിയുമ്പോ അതിന്റെ ഡ്യൂറബിലിറ്റി തീരും. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കളയും. പക്ഷെ അത്ര വാല്യുബിൾ ആയിട്ടുള്ള ഇതിന്റെ ഡ്യൂറബിലിറ്റി തീരുന്ന പറയുന്നത് തീർന്നിട്ട് കളയുന്നതല്ലാണ്. ഞാൻ ഇപ്പൊ അതായത് അതിന്റെ ബോഡി എല്ലാം ഉണ്ട് നമ്മുടെ കയ്യില്, മനസ്സിലായോ? അപ്പം ഡ്യൂറബിലിറ്റി തീർന്നു പറഞ്ഞത് ചുമ്മാ കളയുന്നതല്ലാണ്. അല്ല. അപ്പം നമ്മള് ഇതിന്റെ ഒരു റിപ്പയർ സെക്ഷൻ ആണ് ആലോചിക്കുന്നത്. ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് നമ്മൾ റിപ്പയർ ചെയ്യും. റിപ്പയർ ചെയ്തിട്ട് ഈ റിപ്പയർ ചെയ്യുന്ന ഗൺസ് നമ്മൾ മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. മിസ്റ്റർ എക്സ് ഇപ്പം നിലവിൽ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് പുറത്തുനിന്നാണ്. ഓരോ വട്ടം അവരെടുക്കുമ്പോഴും അതിന് ഓരോ സീരിയൽ നമ്പറാണ്. ഓക്കെ, അവര് തന്നെ ഒരിടയ്ക്ക് നമ്മുടെ അടുത്ത് അഡ്രസ് ചെയ്തായിരുന്നു ഗൺസ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അവർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എന്താ പറയുന്നത് സാധനത്തിന്റെ പേരെന്തായിരുന്നു? സീരിയൽ നമ്പർ എന്ന്. അപ്പം അവർക്ക് നോക്കിയെടുക്കേണ്ടി വരും ഇതിൽ ഏത് സീരിയൽ നമ്പരാ പോയെന്ന്. ഇപ്പൊ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പറിന് ഒരു വ്യത്യാസം വരില്ല. അപ്പം നമ്മൾ ഇതേ സാധനം തന്നെ മിസ്റ്റർ എക്സ് പുറത്തുനിന്ന് എടുക്കുന്നതിനെക്കാട്ടും റേറ്റ് കുറവിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഗ്യാങ്സിന്റെ കയ്യിൽ നിന്ന് ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് ചെറിയ വിലക്ക് നമ്മൾ എടുക്കുന്നു. ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് അണ്ടി ഫാക്ടറിയുടെ മറവിൽ ഇതിന്റെ ബിസിനസ് ചെയ്യാനാണ്. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഡീൽ. അപ്പൊ അത് ചെയ്തു തരാൻ പറ്റുമോ? താങ്കൾ ഇതിവിടെ ഈ ഗണ്ണ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് മറ്റേ വലിയ പുള്ളി ആയ നമ്മുടെ സിറ്റിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ മുടി നരച്ച നമ്മുടെ അപ്പാപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി സഹായിക്കണം. അതല്ല ചോദ്യം. ചോദ്യം അതല്ല. താങ്കളുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഗണ്ണ് റിപ്പയർ ചെയ്യണ്ടേ? അതെ. അത് നിങ്ങൾ എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫാക്ടറി വെക്കും. എന്നിട്ട് ഫാക്ടറിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്ക്രൂ ഒക്കെ ഇങ്ങനെ ഊരി ഓരോ സാധനമൊക്കെ ടൈറ്റ് ചെയ്ത് ക്ലാവൊക്കെ കളഞ്ഞ്. ഈ ഗണ്ണിന്റെ എന്ത് തീർന്നപ്പോഴാണ് ഇതിന്റെ ഇത് നിന്ന് വെടിവെക്കാൻ നേരത്ത് ഓരോ വെടിക്കും കുറച്ച് ഓയിൽ വീതം ഇങ്ങനെ പോവും. ഗൺ പൗഡേഴ്സും ഇതും അപ്പോഴത്തേക്ക് നമ്മൾ അത് റീഫിൽ ചെയ്ത് ചെറിയ വിലക്ക് ഇത് റീഫിൽ ചെയ്ത് നമ്മൾ അത്യാവശ്യം ഒരു ഹൈ റേറ്റിന് മിസ്റ്റർ എക്സിന് തിരിച്ചു കൊടുക്കും. തിരിച്ച് ഫുള്ളാക്കും. സീരിയൽ നമ്പർ മാറും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ സാധനം മിസ്റ്റർ എക്സിന് പകരം നമ്മൾ എടുക്കുമെന്ന്, അതായത് ഈ സാധനം എന്താണ് നമ്മൾ മിസ്റ്റർ എക്സിന് മാത്രം കൊടുക്കുമെന്നുള്ള മാത്രം കൊടുക്കുന്നതാണ് നമുക്ക്. കാരണം മിസ്റ്റർ എക്സ് അല്ല വേറെ സിറ്റിയില് വേറൊരു കാര്യമുണ്ട്, വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയണത് ഈ ഗൺസ് എന്തായാലും മിസ്റ്റർ എക്സ് വിറ്റതാണ്. അപ്പൊ ഇത് നമുക്ക് ഇല്ലീഗലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇത് തിരിച്ച് മിസ്റ്റർ എക്സിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സീരിയൽ നമ്പർ ആരെല്ലാം കയ്യിൽ നിന്ന് പിടിച്ച് ചെക്ക് ചെയ്താലും ഇത് മിസ്റ്റർ എക്സ് തന്നെ പറയുമല്ലോ ഇത് ഞങ്ങൾ തന്നെ വിറ്റ് ഗണ്ണാണെന്ന്. പിന്നെ നമുക്ക് ആർക്ക് കൊടുക്കുന്നില്ല എന്താ? വൺസ് അത് മിസ്റ്റർ എക്സിൽ തന്നെയല്ലേ റിലീസ് ആയത്. അത് ശരിയാണ്, പക്ഷെ സേഫ്റ്റി സൈഡ് മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കുന്നതായിരിക്കും. അല്ല, ഇതിപ്പോ നിങ്ങൾ വാങ്ങുന്ന മെത്തേഡ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ ഓരോ ഗ്യാങ്സിന്റെ അടുത്ത് ഇത് റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ നമ്മൾ ഗ്യാങ്സിന്റെ അടുത്ത് ഈ കാര്യം റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് തീർന്ന ഡ്യൂറബിലിറ്റി ഉള്ള ഗൺസ് ടി വി എന്ന് പറയുന്ന കുടുംബത്തില്
ഇന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരായിട്ട് ഇത് ഡീൽ ചെയ്യാന്ന് പറയും. നമ്മൾ ആ ഗ്യാങ്സിന് ചെറിയൊരു റേറ്റ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് ആയിരിക്കും. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബ്ലാക്ക് ആയിരിക്കും. നമ്മള് മിസ്റ്റർ എക്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ബ്ലാക്ക് ആയിരിക്കും. ഞങ്ങൾ ഇത് തുടങ്ങിയപ്പോ വേറെ കാര്യം ചോദിക്കട്ടെ, എന്തിന് മിസ്റ്റർ എക്സിനെ ഇതിന് ഉപയോഗിക്കണം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം തീർന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ പറയുന്ന ഒരു ഉപയോഗമില്ലാത്ത കണ്ണ് ആൾക്കാർ വെറുതെ കളയുകയാണ് അല്ലേ? അതെ. അപ്പൊ ഉപയോഗം തീർന്ന കണ്ണ് നിങ്ങൾ എടുക്കാം എന്ന് ഒരു അജ്ഞാതനായി പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാർ കണ്ണ് നിങ്ങളെ കൊണ്ടുതരും അല്ലേ? അതെ, കൊണ്ടുതരും. അപ്പൊ പിന്നെ എന്തിന് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു എന്റിറ്റിനെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം? കാരണം ഗണ്ണിന് ഓൾറെഡി സീരിയൽ നമ്പർ ഉണ്ട്. അതെ. ആ ഗണ്ണ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് എടുക്കാനുള്ള എന്താ പറയാ ഇത് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗണ്ണ് റിപ്പയർ ചെയ്ത് എടുത്ത് ആരാന്നറിയാതെ പലർക്കും നിങ്ങൾക്ക് അത് ബ്ലാക്ക് മാർക്കറ്റിൽ സെല് ചെയ്തൂടെ? കാരണം ഒരു കൊലപാതക കുറ്റത്തിന് ഒരു പോലീസുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ പോലും ആ സീരിയൽ നമ്പറിന്റെ ഓണറിനായിരിക്കും പ്രശ്നം വരാൻ പോകുന്നത് അല്ലേ? പക്ഷെ ആ സീരിയൽ നമ്പറുള്ള തോക്ക് ഇതേ ഗ്യാങ്സ് തന്നെ നമ്മുടെ കയ്യിൽ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അതാണ് ചോദിച്ചത്. അജ്ഞാതനായി. നമ്പർ 2 അതായത് കൺസൈൻമെന്റ് മിസ്റ്റർ എക്സിന് ഇപ്പോ കൺസൈൻമെന്റ് കുറച്ച് അതിനെ ഗൺ ഷോപ്പ് എന്നുള്ള രീതിയിലാണ് ഉടനെ അത് അങ്ങനത്തെ രീതിയിൽ ഇതാക്കും എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്, ഗൺ ഷോപ്പ് എന്നുള്ള രീതിയിൽ ഗ്യാങ്സിന്. അപ്പൊ ഈ മെത്തേഡ് തന്നെ ആയിരിക്കും അത് നിലവിലെ സ്ഥിതികൾ വെച്ചിട്ടാണ് ഈ ബിസിനസ് പറയുന്നത്. അല്ല അപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാൻ ഇതിൽ മിസ്റ്റർ എക്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞുതരാം. എന്തായാലും ഈ ഇതിപ്പം ഇവർക്ക് ഈ സീരിയൽ നമ്പേഴ്സ് കൂടുന്നതൊക്കെ ബേർഡനാ. അപ്പൊ എന്തായാലും വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പറയണത് പോലെ റീഫർബിഷ്ഡ് ആയിട്ട് വരുന്ന ഗൺസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ അവരുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് വിൽക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇതിലുള്ള രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മിസ്റ്റർ എക്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ എക്സ് ഈ ഒരു സംഭവം നമുക്ക് എന്തുകൊണ്ട് തരണം? നമ്മളല്ലെങ്കിൽ മറ്റൊരാള് ഇത് ചെയ്യാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐഡിയ അടിപൊളി. നൈസ്, അടിപൊളി. ഇതിന്റെ ഒരു ഫൈനൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് നമുക്ക് റിട്ടേൺ എമൗണ്ട് ആയിട്ട് തരുന്നത് ബ്ലാക്ക് മണി ആയിരിക്കും. ഓക്കെ. അപ്പം ഈ ബ്ലാക്ക് മണി എങ്ങനെ വൈറ്റ് ആക്കുന്നായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. നമ്മൾ എന്നിട്ട് സിറ്റിയിൽ ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പം നമുക്കൊരു പേര് കിട്ടി. ഓക്കെ. അപ്പം പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സെറ്റ് ആക്കി തരാന്നാണ് പറഞ്ഞത്. ആരാണ് പുള്ളി? അതായത് പുള്ളിയുടെ ഒരു ഡീലറിനെ കൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. ഡീലറിനെ ഇപ്പൊ നിലവിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് അവരുടെ ഒരു ഹെഡ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത്, പുള്ളി തന്നെയാണോ ഹെഡ് എന്ന് അറിഞ്ഞൂടാ, അവരുടെ ഒരു ഹെഡ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒസാമ എന്ന് പറഞ്ഞ ഒരാളെയാണ്. പുള്ളീനെ കൊണ്ട് നമുക്ക് ഈ ബ്ലാക്ക് ഫുള്ള് വൈറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സിൽ അത് അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പം നിങ്ങളുടെ ഇല്ലീഗൽ സൈഡ് ഇതാണ്. ഇനി ലീഗൽ സൈഡ് ഒരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെന്താണ്? എന്തെങ്കിലും പ്രസന്റേഷൻ ഉണ്ടോ? ഇല്ല. ഇല്ലീഗൽ നമ്മൾ പ്രസന്റേഷൻസ് ഒന്നും ഇല്ല. അല്ല, ഒന്നിനും ഇനി ലീഗലിന് പ്രസന്റേഷൻ ഉണ്ടോ? ഓക്കെ, എന്നാ പ്രസന്റേഷൻ ചെയ്തോ. ബേസിക്കലി നമ്മള് സിറ്റിയിലെ സിറ്റിസൺസും ഗ്യാങ്സും ഗ്യാങ് മെമ്പേഴ്സ് ഒക്കെ അനുഭവിക്കുന്ന ഒരു മൈന്യൂട്ട് പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാനാണ് ഈ ബിസിനസ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. സിറ്റിയിലെ ഓരോ സിറ്റിസണും ഇപ്പൊ അനുഭവിക്കുന്നത് വണ്ടിയില്ല എന്നൊരു പ്രശ്നമാണ്. വണ്ടി ഇൻബോണ്ടി പോകും. സോ ബേസിക്കലി നമ്മള് പറയാം, നമ്മൾ ഒരു റെന്റൽ കമ്പനി തുടങ്ങാം, തക്കുടു റെന്റൽസ്. അതായത് ഓരോരോ ഗാരേജുകൾ, ഹോസ്പിറ്റലുകൾ, അവിടെ നമ്മുടെ ഒരു ഏജന്റ്, അതായത് ഒരു ഷോപ്പ് നമ്മൾ അവിടെ സ്ഥാപിക്കും. അവിടുന്ന് നമുക്ക് ഇത്ര പൈസക്ക് വണ്ടി നമ്മൾ കൊടുക്കും, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച്. ബാക്കി ഉത്തരവാദിത്തം അവർക്കാണ്. അപ്പൊ വണ്ടി റെന്റ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് റിട്ടേൺ ആവും. ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ആവുന്ന രീതിയിലാണോ? ഡ്രൈവർക്കും ഇത്ര നിമിഷത്തിനുള്ളിൽ വണ്ടി തിരിച്ചു കയറിയില്ലെങ്കിൽ വണ്ടി നമ്മൾ തന്നെ സീസ് ചെയ്യും. ഓക്കെ, കൊള്ളാം, നല്ല ഐഡിയ. അതിൽ തന്നെ നമുക്ക് ഭാവിയിൽ അത് ചില്ലാട് പോകേണ്ടവർക്ക്, ചില സമയത്ത് നടന്നു പോകേണ്ടവർക്കും, സൈക്കിളിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നമുക്ക് ചില്ലാട് താഴെ ആയിട്ടൊരു
നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി സൈക്കിൾ കൊടുക്കാം റെന്റായിട്ട്. നൈസ്, കൊള്ളാം. ചില ഫാമിലികൾക്ക്, ചില കുടുംബങ്ങൾക്ക്, കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരുമിച്ച് പോണോന്ന് ആഗ്രഹങ്ങൾ. ഏത് കുടുംബത്തിലുള്ളവർക്കാണ് മൂത്തിരിക്കണത് എനിക്ക് മനസ്സിലായി. ഇല്ല പറഞ്ഞത് ഐഡിയാസ്. ഇതൊക്കെ ആരുടെ ബുദ്ധിമുട്ടുകളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളവരുടെ നോക്കായിരുന്നു. ഓക്കെ. അപ്പൊ ഇതിന് പ്രസന്റേഷൻ ഉണ്ടോ നിങ്ങക്ക്? നമ്മുടെ തന്നെ പൈസ പോണ കേസല്ലല്ലോ നമ്മള് ഉദ്ദേശിച്ച ബിസിനസ് എന്നുള്ള രീതിയിൽ. അല്ല, ഇത് നല്ല ഐഡിയ ആണ് ചന്ദ്ര, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ സിറ്റിസൺസ് കുറെ പേര്, നമ്മുടെ കയ്യിലൊക്കെയാണ് ഈ വണ്ടികളൊക്കെ ഉള്ളത്. സിറ്റിസൺസ് കുറെ പേരുണ്ട്. അപ്പം നമ്മള് പ്രത്യേകിച്ച് ഈ ആള് കുറഞ്ഞ ഏരിയയിലും മറ്റേ കാടിലും വീട്ടിലും മറ്റേ ജില്ലയാടിലും എല്ലാം എടുക്കാൻ പറ്റുന്ന രീതിയിൽ മുക്കിലും മുന്നിലും റെന്റല് കിട്ടുന്ന രീതിയിൽ ഇതാക്കാം. ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അവസാനം കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉള്ളത്. അപ്പൊ കാശ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ഇത് പോകുന്നത്. അതൊരിക്കലും അങ്ങനെയല്ല. ഓക്കെ. ഇല്ല ചന്ദ്ര, സിറ്റിയിലെ ഒരു 30 ഫാമിലിയിൽ ഒരു 30 പേർക്ക് വണ്ടിയില്ല. ഇപ്പൊ നടന്നാണ് മിക്ക ആൾക്കാരും പോകുന്നത്. മുതുക്കി തന്നെ തെണ്ടലാണ്. വണ്ടിയില്ല. ഓക്കെ, എന്തായാലും നല്ല ഐഡിയ കൊള്ളാം. ചെറിയൊരു പോസ്റ്റർ ഉണ്ട്. കാണിക്കാം. ഡയലോഗ് വേണ്ട. വണ്ടിയും കാത്തു നിൽക്കുന്ന മച്ചാൻ ഇത് ഇപ്പഴും ചട്ടിയാണ് അവിടെ. ഇത് ഞങ്ങളല്ലേ അത് എടുത്ത് കേസ് എല്ലാം നിങ്ങൾ തമാശ രീതിയിലത്തെ ഇതാക്കാതെ സീരിയസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഓരോരുത്തരുടെ ശൈലിയാ. നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ, എല്ലാം കാണ് പ്ലീസ്. ഇപ്പഴേ കമ്പയർ ചെയ്യല്ലേ. ഇപ്പഴും ചട്ടി തന്നെയാണേ. അയ്യോ, ഗരാജിൽ വണ്ടി ഇല്ലല്ലോ, വണ്ടിയൊക്കെ ഇമ്പോർട്ട് ആയല്ലോ, ഇനി എന്ത് ചെയ്യും? പോയി ഇതാ ദേ തക്കടു റെന്റൽസ്. ഇനി ഒരു വണ്ടി റെന്റ് എടുത്ത് പോകാം. ഓക്കെ, കൊള്ളാം. നൈസ് ഐഡിയ ഗൈസ്. ഞങ്ങളെല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും ഈ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം. ഈ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾ എത്ര കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആലോചിക്കുന്നത്? 50 CR. 50 CR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണ മുക്കിനും മൂലയിലും ഒക്കെ ഇതിന്റെ വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഇറക്കി ഇതിന്റെ മെഷീൻസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും 50 കോടിക്ക്. എംപ്ലോയീസ് ആണെങ്കിൽ 50 കോടിക്ക് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. വി ആർ റെഡി ടു ഇൻവെസ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കോപ്പറേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. അതല്ല ഇത് കൊള്ളാം പാപ്പ. ഇതിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഐഡിയന്ന് സിറ്റിയില് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് നല്ലൊരെണ്ണം കൊണ്ടുവരാം. ഒരു സെക്കൻഡ് അവസാനം നല്ല രീതിയിലായിരിക്കും. ചന്ദ്ര, ഞാൻ ബാക്കി പറഞ്ഞുതരാം. പക്ഷേ ആ റൈഡിന്റെ കൊള്ളായിരുന്നു. എനിക്കറിയാം ഇതിൽ നിന്നൊരു കഥ തന്നെ വരാനുണ്ട് അപ്പാപ്പ ഇനി. ആണല്ലേ? അതെ, ഇത് കഥയൊന്നുമില്ല. ഇത് അപ്പാപ്പന്റെ അടുത്ത് ഞാൻ കുറച്ച് നാൾ മുന്നേ സോ അടുത്ത ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്തുപറ്റി? ചെറുതായിട്ട് നമ്മൾ അറിഞ്ഞു നമ്മൾ ഐഡിയ ചെറുതായിട്ട് അങ്ങോട്ട് വന്നതാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പറയാനാണ് വരുന്നത്. ഇത് തന്നെ ഇതിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണല്ലേ, ഐഡിയ പോയല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് ചൈന ടൗൺ റെഡിയാണോ? അല്ലല്ല, നമ്മളിപ്പോ പറഞ്ഞു തരാം. നിങ്ങളാണോ വരുന്നേ? ഓക്കെ, അടുത്തതായി ടീം പൊളപ്പൻസ്, വാറ്റുഗോഗു, രായൻ, നിഞ്ച അടങ്ങിയ ടീം പൊളപ്പൻസ്. വെൽക്കം. നമ്മൾ ആദ്യം പറഞ്ഞത് കേട്ടിട്ടെ എല്ലാവന്മാരും മറ്റേ കോട്ട് സൂട്ട് ഇട്ട് വരും. കോട്ട് സൂട്ട് ഇട്ട് കേട്ടാ, മറ്റന്മാര് മാത്രം. അവന്മാര് പക്ഷെ ഗ്യാങ് ഡ്രസ് ഇട്ടോണ്ട് വന്ന് പൊളിച്ചിട്ട് പോയി. വിളിച്ചെടുക്കിട്ട് എന്താ വെയിറ്റർമാരാ? ഇതാണ് ശരവണ ഭവൻ. ഇത് ഫ്ലോപ്പാ. എനിക്ക് വലിയ ഹോപ്പില്ലേ. ഇതൊരു പൂണ്ടി ഉള്ളിത്തൈലോ ആണോ? ഹലോ 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 ഹലോ
ഹൈഡ് സ്ക്രീൻ കൊടുത്താൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കേൾക്കുന്നില്ല. ഡോക്ടേഴ്സ് ആണോ? ഒച്ചത്തി പറയണേ, ഒച്ചത്തി തിരിഞ്ഞിരിക്കണേ വാറ്റെ. ഹലോ, കേക്കാം കേക്കാം കേക്കാം. ഫ്രണ്ടിലോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ചോ. please introduce yourself. But thank you, judges, for giving us the opportunity to introduce our business to you, wonderful judges. അപ്പൊ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മീറ്റ് മിസ്റ്റർ നിഞ്ചു, മീറ്റ് മിസ്റ്റർ രായു, മീറ്റ് മിസ്റ്റർ വാറ്റു. അപ്പൊ ആദ്യം തന്നെ നമ്മള് പ്രിപ്പയർ ചെയ്ത് വന്നത് തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഒരു പ്രശ്നം പറ്റി, നമ്മള് വേറൊരു ടീം നമ്മുടെ ഒരു ഐഡിയ ചെറുതായിട്ട് ഇവിടെ അത് നമ്മള് അത് കറക്റ്റിൽ കൊണ്ടുവരാം, മനസ്സിലായി? അപ്പം വെരി വെരി ഡിഫറെന്റ്. സോ പ്ലീസ് one second. ഈ ചുവന്ന തലമുടിയുള്ള ആളൊന്ന് സൈലന്റ് ആയിട്ടിരിക്കണേ, ഇന്ററപ്റ്റ് ചെയ്യല്ലേ പറയുന്ന ആളെ. sorry, it's my business partner, he can talk. Sorry. Okay, I know. You continue what you continue. No. നമ്മൾ അപ്പൊ നിങ്ങൾ പറയൂ പറഞ്ഞോ. അപ്പൊ നമ്മള് തുടങ്ങുവാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ ജഡ്ജിനടുത്ത്, നമ്മൾ ഇപ്പോ നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് പ്രശ്നമായിട്ട് കണ്ടുവരുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? ഏറ്റവും വലിയ അതങ്ങനെ പൊതുസഭയിൽ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാലും ഇവനെ പോലത്തെ കോ ലീഡേഴ്സിനെ ആണ് എനിക്ക് ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ രായൻ അങ്ങനെ പറഞ്ഞ ഒരു ആവശ്യമില്ല. അവനിപ്പ ഇല്ല. അത് സാറിന്റെ കൈ എടുക്കുമ്പോ എടുക്കണമായിരുന്നു. അത് വേറെ അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. ആരെ കളിപ്പിക്കണം എന്നാണ് പ്രശ്നം. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞുതരാം. അപ്പോ നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് പ്രശ്നം നമ്മുടെ ഗ്യാങ്ങിന് പറയട്ടെ. അപ്പോ ഞാൻ തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ തുടങ്ങിയിട്ട് നമുക്ക് അതിലോട്ട് വരാം. എങ്ങനെയാണ്? അപ്പൊ നിഞ്ചു നോക്കണമായിരുന്നോ? വല്ല കാര്യം ഉണ്ടായിരുന്നാ? ഇത് മനഃപൂർവ്വം പ്ലേ ചെയ്യുന്ന കേട്ടോ അവന്മാരെ. ഹലോ ഇത് ജഡ്ജസിനെ ഇൻസൾട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. സോറി ബ്ലാക്ക് മാർക്ക് ഉണ്ട്. ബ്ലാക്ക് മാർക്ക് ഉണ്ട്. നമുക്ക് ഈ ബിസിനസ് ചേർത്തിയാൽ ഞാൻ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ എടുത്തോളാം. ഇതെന്താ ബിസിനസ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്? എനിക്ക് മനസ്സിലായി. ഉദാഹരണം ലിങ്ക് മാറിപ്പോയതാണ്, ക്ഷമിക്കണേ. You and who else? You're all just mad you didn't think of it first. You and who else? You're all just mad you didn't think of it first. ഇപ്പൊ ഇത് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രശ്നക്കാരായ ബൊബ്ബോയും കണ്ണാപ്പിയൊക്കെ എന്നും രാവിലെ കേറും, വൈകിട്ട് കയറും, ഉച്ചയ്ക്ക് കയറും. നമ്മൾ ചോറ് കഴിക്കുന്ന പോലെയാണ് അവർ വള്ളി പിടിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ വള്ളി പിടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പോണം അവരുമായിട്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? നമ്മൾ ഗണ്ണ് യൂസ് ചെയ്യണം. ഗണ്ണ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ എന്താ? നമുക്ക് കുഴപ്പമില്ല. എതിരെ വരുന്നവര് ചത്തിട്ട് വേണമെങ്കിൽ ഗണ്ണ് പോവാം, ഡ്യൂറബിലിറ്റി പോവാം. അത് എല്ലാ സൈഡിലും അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഡ്യൂറബിലിറ്റി കൂടുതൽ നമ്മളെ മെയിൻ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ഡ്യൂറബിലിറ്റി. സോ നമ്മുടെ ഒരു
ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂറബിലിറ്റി ആണ്. സെക്കൻഡ് കൺസേൺ എന്ന് പറയുമ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ നിഞ്ചു? അപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? ഇതെന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങളെ കണ്ടില്ല, ശ്രദ്ധിച്ച് കണ്ടില്ല. ഒന്ന് പ്ലേ ചെയ്ത് ചന്ദ്ര സൂക്ഷിച്ചാണ്ടാ സൂക്ഷിച്ചോടാ. നീയാണോ തോക്കെടുത്ത് നടക്കുന്നത്? മനസ്സിലായില്ലേ? ഗ്യാങ് ഹൗസിൽ നിന്ന് തോക്ക് കെട്ടിയിട്ട് പൈസ വാങ്ങിക്കുന്ന നീ. മനസ്സിലായി, ഇപ്പൊ കാര്യം മനസ്സിലായ? ഇതെന്താ ഇത്? ഇത് സത്യം പറഞ്ഞാൽ ഇത് കട്ടോണ്ട് പോണതാണെങ്കിലും അതല്ല നമ്മുടെ കൺസേൺ. ഈ ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗൺസ് വെളിയിൽ സിറ്റിസൺസിന് പോയി വിറ്റ് സ്കാം ചെയ്യുന്നവരാണ് കൂടുതൽ നമ്മുടെ എല്ലാ ഫാമിലീസിലും നമ്മൾ കണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? അതൊരു മെയിൻ കൺസേൺ ആണ്. ഓക്കെ, സോ ഇത് ഞാൻ പറയാം. അതായത് ഇത് ഇനി ഇങ്ങനെ വിൽക്കണതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിലുള്ളവര് കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോകാം. നമ്മളെ അറിയാതാണ് നമുക്ക് ഇതൊക്കെ വിൽക്കാൻ പാടില്ല. അപ്പൊ ബാക്കി ബാക്കി ഇത് സ്ക്രിപ്റ്റ് വല്ലതാണോ? നിങ്ങൾ ഒരാള് പറ, കുറച്ച് ഡയലോഗായിട്ട് പോവല്ലേ? അപ്പോ ഇത് രണ്ടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഉള്ള കുറഞ്ഞ ഗൺസ് കൊണ്ടുപോയി സ്കാം ചെയ്ത് ആൾക്കാർക്ക് സെല് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത്. സോ ഒരു സെക്കൻഡ്. പോയ അപ്പൊ അതിന്റെ വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാം. ഇത് നല്ല ബിസിനസ് ആണെങ്കിൽ തോന്നല്ലേ? ഇപ്പൊ തന്നെ ഗെറ്റ് അടിച്ചല്ലോ. മൊത്തം കാണട്ടെ ആദ്യം. എനിക്കതിലില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഇൻട്രസ്റ്റ് ചെയ്യണ്ട നീ. ഇതെന്താ ബിസിനസ് ഐഡിയ ഒന്നും ഇല്ലേ? കാണട്ടടാ. പാറ്റു we are starting at speed here. കാട്ടിലും മലമുകളിലും നമ്മുടെ രാജ്യം സ്പോർട്ട്ലും ക്ലബ്സ് എല്ലാം വരും ദിലുറപ്പിക്കാൻ കയറി പണി തുടങ്ങും നേരം മരം വെട്ടും വീമും മണ്ണ വെട്ടും സേതുവും തണലിൽ അവർ കാണും പുതി ക്രീമും സൃഷ്ടിച്ച സാധനങ്ങൾ പാക്കറ്റ് മാറ്റി പ്രീവിയസ് സ്റ്റോറേജിലേക്ക് വണ്ടികൾ കയറ്റി. Bring it to the storage, TVS storage. Kalpugar undaki sadhanam inathu poraka. Bring it to the storage, TVS storage. Gangster kayile devethu thokugar villayum paranju kaashum vaangi poikko. Tadari vaadil turannu kazhinju. TVM airbase paniyil iranga. Cheruppu maardi pulsum edutha. Palayoru thokine pudiyadaki maatri. Therthugal putti vandigal regi. Aran gayar per ketal nettun. Mr. Rachni kayil gannugal yettum. We never stop. അപ്പോ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, നമ്മളെ ബിസിനസിന്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ. എൻ്റയർലി സിറ്റിയിൽ തൊട്ട് എല്ലാവർക്കും ആ ഒരു ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയണ്ട ഒരു ഓൾ ഇൻ വൺ എന്നുള്ള ഒരു ബിസിനസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്പർ ഞാൻ വരച്ചു വേണം കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ് ആണ്. ഓക്കെ, മൈനിങ് ആൻഡ് ലംബർ ജാക്ക്. ഓക്കെ, മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പറഞ്ഞ പോലെ ഗൺ. ഓക്കെ, വെയിറ്റ്, ആദ്യം അതിന് ഗണ്ണിന്റെ കാര്യം വെച്ച് തുടങ്ങാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അതായത് ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി തീരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് മൈനിങ്ങിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ TV പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം 2 മൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ 2 ലംബർ. ഈ ലംബർ ജാക്ക് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗണ്ണിന്റെ ബുള്ളറ്റ്സ്. ഓക്കെ, അതായത് ബുള്ളറ്റ്സ് നമുക്ക് ലംബർ ജാക്കിൽ കൂടെയാണ് കിട്ടുന്നത്.
ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് കാണും ഇതെങ്ങനെ സിറ്റിസൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സിറ്റിസൺ ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഈ മൈനിങ് ഏരിയ, അതായത് നമ്മളെ 2 മൈനിങ് ഏരിയ നമ്മള് ലീസിന് ക്ലബ്ബുകാർക്ക് കൊടുക്കും. മനസ്സിലായോ? അതായത് 2 മൈനിങ്ങും 2 ലംബർ ജാക്കും. ഓക്കെ, ബോർഡ് യൂസ് ചെയ്യും. അത് ഈ കാര്യം പറഞ്ഞിട്ട് വിടും. അപ്പം 2 മൈനിങ്ങും 2 ലംബർ ജാക്കും നമ്മള് ക്ലബ്ബുകാർക്ക് ലേലത്തിന് കൊടുക്കും. സോ അവർക്ക് കോള് വിളിച്ച് ആ 2 മൈനും അവർക്ക് എടുക്കാം. 2 മൈനും 2 ലംബർ ജാക്കും. ഓക്കെ, വൺസ് അവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മൈനും 2 ലംബർ അവരെ പേര് കാര്യങ്ങൾ വെച്ചിട്ട് അവരെ ബിസിനസ് ആയിട്ട് അവർക്ക് തുടരാം ക്ലബ്ബുകാർക്ക്. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത് ഞാൻ പ്ലാൻ വരച്ചു തരാം എന്താണ് പ്ലാൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, ബോർഡ് വലുതൊക്കെ എങ്ങനെയല്ലോ ഓപ്പൺ ഷോ കൊടുക്കണേ മറ്റവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ പോയിട്ട്. ഓക്കെ, ഷോർട്ട് ബോർഡ് കാണോ? ഷോ Rayu, you can do it. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലെമ്പർ ജാക്ക് വെച്ച് എങ്ങനെ ഉണ്ട ഉണ്ടാക്കുന്നേ? തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചാറ്റത്തിൽ കുറെ ബോറിംഗ് ഫക്ക്. എടാ RP എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മറ്റേ സർക്കസിലെ കോമാളിയെ പോലെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് മനസ്സിലായോ? അങ്ങനത്തെമാരെ മാത്രം കണ്ടാൽ മതി. RP ആണ്, ബഫൂൺസിനെ കൊണ്ട് വെച്ചിരിക്കുവല്ല അവിടെ. ഞാനൊന്നും പടം വരയ്ക്കാൻ കിടിലല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് സോ ഫസ്റ്റ് വന്നേക്കുന്ന 1 അതെന്ന് പറഞ്ഞ സിറ്റിസൺ ആണ്. ഓക്കെ, ഞാനൊന്ന് ക്ലോസ് ചെയ്യും. വരച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് സിറ്റിസൺസ് നേരെ ലംബർ ജാക്കിൽ അല്ല മൈനിങ്ങിൽ പോയി ഗ്രൈൻഡ് ചെയ്യും. അവിടെ 3 ഐറ്റംസ് ഗ്രൈൻഡ് ചെയ്യുമ്പോ കിട്ടും. അതായത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ ഇവര് നേരെ സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ഓൾറെഡി മേടിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലബ്ബ് ഓൾറെഡി നമ്മുടെ ഇന്ന് മൈന് മേടിച്ചു. മൈനിങ് ക്ലബിനുള്ളതാണ്. ഓക്കെ, അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി ഈ സിറ്റിസൺസ് വന്നിട്ട് മൈനിങ്ങിൽ ജോബ് എടുക്കും. ജോബ് ചെയ്തിട്ട് ആ ജോബ് നേരെ ലൈക്ക് ചെയ്തിട്ട് അതിന്റെ നമ്മളെ മൈനിങ് ചെയ്യാൻ ആ ഐറ്റം സെല്ല് ചെയ്യുന്നത് ക്ലബിന്റെ സ്റ്റോറേജിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ഓക്കെ, സോ ആ സെല്ലിൽ നിന്ന് നമ്മൾ അവര് സ്റ്റോറേജ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള ഇൻകം കിട്ടും. സോ സിറ്റിസൺസിന് ഇൻകം കിട്ടും. അങ്ങനെ ഒരു സൈഡിൽ നിന്ന്. ഓക്കെ, സോ ഇനി നമ്മളിന്ന് ക്ലബ്ബുകാര് പൈസ ലേലത്തിന് കൊടുത്തിട്ട് പൈസയ്ക്കാണ് അവർ മേടിച്ച അവർക്ക് എങ്ങനെ ഇൻകം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് നിറയുമ്പോ ഇവര് നമ്മള് TVA ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഓക്കെ, ആ ഷോപ്പിന്റെ അകത്ത് ഇവര് വന്ന് അവിടെ സെല്ല് ചെയ്യുമ്പോ അവർക്ക് ഇൻകം കിട്ടും. മനസ്സിലായോ? അതായത് ഇപ്പം സിറ്റിസണിന് ഇപ്പൊ 1 ലക്ഷം രൂപ, ഒരു എക്സാമ്പിൾ പറയാണ്, 1 ലക്ഷം രൂപയാണ് അവർക്ക് മൈനിങ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ക്ലബ്ബുകാർ ഇത് കൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ ചിലപ്പോ 2 ലക്ഷം ആയിരിക്കും അവർക്ക് കിട്ടുന്ന ഇൻകം. മനസ്സിലാവും? അപ്പം നമ്മൾ നോക്കുമ്പോൾ സിറ്റിസണിനും ജോബിന് ഇൻകം കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലബ്ബുകാർക്കും ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ 2 സെക്ഷൻ കഴിഞ്ഞു. ആ ടൈമിൽ തന്നെ ലെമ്പർ ജാക്കും സെയിം പ്രോസസ്സാണ്. ലെമ്പർ ജാക്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഷോപ്പിൽ കൊണ്ട് സെല്ല് ചെയ്യുക, സെയിം പ്രോസസ് തന്നെ ഇത് വരുന്നത്. ഈ 2 സെല്ല് ചെയ്യുന്നത് TVയുടെ ഷോപ്പിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ഓക്കെ, TVയുടെ ഷോപ്പിൽ നിങ്ങൾ വീഡിയോ കണ്ട പോലെ TVA ഫാക്ടറി എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് TVയുടെ ഫാക്ടറിയാണ്, അവിടെയാണ് എല്ലാം ഇത് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഷോപ്പിന്റെ അകത്ത് നമ്മളെ ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് കൊണ്ട് സെല്ല് ചെയ്യാം. കാരണം ഈ കുറഞ്ഞ ഗണ്ണ് കൊണ്ട് നമ്മളെ കൊണ്ട് ഒരു ഉപയോഗമില്ല. നമ്മുടെ ഗ്യാങ് ഹൗസിൽ തന്നെ വന്ന് എടുത്താൽ ഒരു സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി പോയാൽ തന്നെ അതിന്റെ അകത്ത് ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗൺസ് ആണ് അതിന്റെ അകത്ത് ഇരിക്കുന്നത്. അതേപോലെ ആ കുറഞ്ഞ ഗണ്ണ് എടുത്തിട്ട് മറച്ചു വെക്കുന്നതും മറ്റ് പല പല പരിപാടികളും നടക്കുന്നുണ്ട് സിറ്റിക്കകത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗൺസ് ആവശ്യമില്ലാത്ത ഗൺസ് എല്ലാം കൊണ്ട് സെല്ല് ചെയ്യുക. സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കുന്ന എത്ര രൂപയ്ക്കാണ് മേടിക്കുന്ന ഗണ്ണിന്റെ 1%, അതായത് ഒരു 1 ലക്ഷം രൂപ സംതിങ് ഒരു റേറ്റ് നമുക്ക് ആ സെല്ല് ചെയ്യുന്ന സ്ഥലത്ത് കിട്ടും. അതായത് TVA ഷോപ്പിന്റെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ആ ഷോപ്പിന്റെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ, അതായത് നമ്മൾ മെയിൻ ആയിട്ട് പറയാനുള്ള പോയിന്റ് വരുന്നത്. അതായത് TVയില് ഇപ്പോഴത്തെ കറന്റ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 35 സ്ലോട്ടാണ് ഉള്ളത്. ആണോ അല്ലേ? അപ്പം നമ്മള് കറന്റ് നമ്മള് ഭയങ്കര ഇതിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഇപ്പൊ 30 ബാക്കി എന്ന് പറഞ്ഞാൽ 10 പേരുണ്ട്. ഈ 10 പേര് ഇനാക്റ്റീവ് അല്ല, ആക്റ്റീവ് ആണ്. അണ്ണൻ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, ആരൊക്കെ ആഡ് ചെയ്യണം, ആഡ് ചെയ്യണം. സോ വീക്കിലി അണ്ണൻ മാറ്റുന്ന ആ ഇപ്പൊ ഒരു കറന്റ് ഒരു 10 കൂട്ടിക്കോ, 10 പ്ലേയേഴ്സ് നമ്മുടെ ബിസിനസ് ആയിരിക്കും നോക്കുന്നത്. അതായത് TVA ഫാക്ടറി ആയിരിക്കും അവർ മാനേജ് ചെയ്യുന്നത് ആ 1 വീക്ക്.
മനസ്സിലായി? സോ അണ്ണന് കൺഫ്യൂഷൻ കാണും. ആ ഫാക്ടറിയിൽ എന്തായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വൺസ് നമ്മള് ക്ലബ്ബുകാർ വന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന നമ്മളെ ഐറ്റംസ് നേരെ ഇവര് ട്രക്ക് വഴി ട്രാൻസ്പോർട്ട് ചെയ്യും. എവിടെ? TVA ഫാക്ടറിയിലോട്ട്. ഓക്കെ, TVA ഫാക്ടറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ് ചെയ്യുന്നതിന്റെ പ്രൊഡക്ട്സും വരും, ലംബർ ജാക്കിന്റെ പ്രൊഡക്ട്സ് വരും, അതോടൊപ്പം തന്നെ ഗൺസും വരും, നമ്മുടെ റിപ്പയർ ചെയ്യാനുള്ള ഗൺസും വരും. ഈ 3 സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ TVAയുടെ ഫാക്ടറിയിലോട്ട് വരും. സോ ഇത് കഴിഞ്ഞ ശേഷം നമ്മളെ മാനേജേഴ്സ്, അതായത് TVA വർക്കേഴ്സ് അല്ല, മാനേജ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഹയർ ചെയ്യാൻ പറ്റും പുറത്തുനിന്നുള്ള ആൾക്കാരെ. അതായത് ഇപ്പൊ നമുക്ക് അറിയാന്നുള്ള പിള്ളേരോ അല്ലെങ്കിൽ നമ്മളെ കൂടെ നല്ല രീതിയിൽ RP ഹെൽപ്പ് ചെയ്യുന്നവർക്കോ നമുക്ക് ജോലി ഹയർ ചെയ്യാൻ പറ്റും. മനസ്സിലായി? അതായത് അവർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ നമ്മളെ ജോബിന് വേണ്ടി അവർക്ക് വന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു ഇന്റർവ്യൂ സെക്ഷൻ തന്നെ ഇവർക്ക് ഒരു RP സെക്ഷൻ തന്നെ അതിന്റെ അകത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇറങ്ങിപ്പോയ ഇവർക്ക് അവിടെ ഒരു RP ആയിട്ടുണ്ട്. വീക്കിലി നമ്മൾ ഇത്രയും ടാർഗറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഗണ്ണ് വരുന്നതിനനുസരിച്ച് അത് റിപ്പയർ ചെയ്യാണ് അവരെ പരിപാടി. അവിടെ നിന്ന് വന്ന ഈ ഐറ്റംസ് വെച്ചിട്ട് വേണം അവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗണ്ണിനെ റിപ്പയർ ചെയ്ത് ഗണ്ണിനെ ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടി അവിടെ വെച്ചിട്ടായിരിക്കും ഇതിന്റെ ക്രാഫ്റ്റിംഗ് പരിപാടി എല്ലാം നടക്കുന്നത്. മനസ്സിലായോ? അതായത് അപ്പൊ ഈ ഹയർ ചെയ്ത 15 പേരായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. വൺസ് നമ്മുടെ 1 വീക്ക് കഴിഞ്ഞ് 7ാമത്തെ അതായത് സൺഡേ വരുന്ന ദിവസം നമ്മൾ ചെക്ക് ചെയ്യും ഈ 15 പേരില് ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് നോക്കും. വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ അവരെ ഫയർ ചെയ്യും. ഓക്കെ, ഫയർ ചെയ്ത് പുതിയ ആളെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീക്കില് നമ്മളെ നെക്സ്റ്റ് വീക്കില് TVAയിൽ നിന്ന് സ്ലോട്ടിൽ നിന്ന് മാറുന്നവര് മാനേജേഴ്സ് ആയിട്ട് വരും. അവിടെ അവരായിരിക്കും അടുത്ത പുതിയ ടീമിനെ ഹയർ ചെയ്യുന്നത്. അങ്ങനെ വീക്കിലി മനസ്സിലായി ഇനാക്റ്റീവ് ആയിട്ടുള്ള വർക്കേഴ്സിനെ അതിന്റെ അകത്ത് നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ലീഗൽ പ്ലസ് ഇല്ലീഗൽ ആണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? സോ പുറത്തുനിന്ന് നോക്കുമ്പോ നമ്മൾ ഈ മൈനിങ് ചെയ്യുന്നവര് ലീഗൽ ബിസിനസ് ആണ്. അവര് പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനം നേരെ ഷോപ്പിൽ കൊണ്ടുവന്നത് ലീഗലാണ്. അത് നേരെ TVA ഫാക്ടറിയിലോട്ട് പോകുന്നത് ലീഗലാണ്. പക്ഷെ TVA ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആയിട്ട് മാറുന്നു. മനസ്സിലായി? ആ ഇല്ലീഗൽ ഗൺസ് നേരെ മിസ്ട്രക്സിന് കൊടുക്കുന്നു. അതും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി. അത് ഗ്യാങ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, സിറ്റിസൺസ് അല്ല. സോ ഇത് 2 ഐഡിയ ആണ് വരുന്നത്. ലീഗൽ പ്ലസ് ഇല്ലീഗൽ ബിസിനസ് ഐഡിയ ആണ് ഞാൻ പറഞ്ഞ ഓൾ ഇൻ വൺ. അതാണ് ഞാൻ വന്നപ്പോഴേ പറഞ്ഞത്. ഈ നമ്മൾ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ഐഡിയ ഓൾ ഇൻ വൺ ആണ്. മനസ്സിലായി? എല്ലാവർക്കും TVA എന്ന് പറഞ്ഞ ഒരു ബിസിനസ് കൊണ്ടുവരുവാണെങ്കിൽ അത് എല്ലാവർക്കും പാർട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ മറ്റേ തലതെറിച്ച അപ്പൂപ്പന് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറെ വേണമെങ്കിൽ ഗൺസിനൊക്കെ പല പല കളറ് അങ്ങനത്തെ ഡിസൈൻസ് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ ഐഡിയാസ്. ദിസ് ഈസ് അവർ ഐഡിയ. താങ്ക് യു സോ മച്ച് ഫോർ നിങ്ങൾ പറഞ്ഞ ഐഡിയയില് ബുള്ളറ്റ് മാത്രം ഉണ്ടാക്കാൻ പറ്റത്തുള്ളേ. അല്ല, ഇത് ഡ്യൂറബിലിറ്റി റിപ്പയറിംഗ് ആണ്. അല്ല, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും വിളിക്കാം. അപ്പൊ താങ്ക് യു. ഇനിയുണ്ടോ? വാസന എല്ലാരും ഒന്ന് നമ്മളൊരു സാമ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് തുടങ്ങുന്ന മുമ്പേ നമ്മളൊരു സാമ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യണം പ്ലീസ്. വാസോണൻ ഫോർവേഡ് ഫ്രണ്ടിലോട്ട് വരാം. എല്ലാരും വന്നു. ഞാൻ നിന്നോട്ടെ. എന്നിട്ട് ടിവിയില് മറ്റേ ചാറ്റില് നിങ്ങൾ ജസ്റ്റ് AB അടിക്കും. എന്നിട്ട് എൻ്റർ അടിക്കാം. T/AB. നിങ്ങൾ എന്നെ ഉറപ്പിച്ചാ? അല്ല, അത് TVA ആമോ പ്രീമിയം RP ആമോ സപ്ലൈ. എന്നിട്ട് നിങ്ങൾ /AP അടിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ AP അടിക്കും /AP. ഇല്ലല്ലേ? അത് ജസ്റ്റ് ഫ്രണ്ടിൽ ഒന്ന് പ്ലേസ് ചെയ്ത് AP അടിക്കാം. തുറന്നു വന്നിട്ടോ? രണ്ട് ഫോട്ടോ അല്ലല്ലോ. നമുക്കിത് ഡാമാണ്. നമുക്ക് ഒരു അണ്ണൂല്ലേ. ഇനി ഒന്നും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ W ചെയ്ത് നിൽക്കണ്ട, മൗസ് മാത്രം സ്ക്രോളാ പിന്നെ മാറ്റിയാൽ മതി. നിങ്ങൾ /AI എൻ്റർ അടിക്കും. AI എൻ്റർ. What the fuck?
സീൽഡ് ഓപ്പൺ ആമോ. എന്റെ പൊന്നോ, എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണേ. രായൻ എപ്പോഴും ഇങ്ങനെയാണ്. വിഷയം സാധനം. എന്തിനൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണത് മാറ്റേ. നമ്മളൊരു 2 ദിവസത്തെ ഹാർഡ് വർക്ക്. ആ ഒരു വിഷമം ഇത് നേരത്തെ ഒന്ന് രായൻ കിടന്ന് ഇമോഷണൽ ആയി പോയി. ഇത് ഐഡിയ ചേർത്ത് വന്നോണ്ട് സീനില് അടിപൊളിയാടാ. കിടലം സംസാരിക്കാണ് കേട്ടോ. അപ്പൊ ഇത് സീരിയസ് ആയിട്ട് ഈ അസോസിയേറ്റ്സിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. എനിക്കൊന്ന് സംസാരിക്കണം അപ്പാപ്പന്റെ അടുത്ത്. സംസാരിക്കാമല്ലോ. മോറോവർ ഇതേ രായന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. 3 പേരുടെയും പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പ്ലനേഷൻ കൊള്ളായിരുന്നു. മൈക്ക് മ്യൂട്ട് ആയിരുന്നല്ലോ ചന്ദ്ര, നമ്മുടെ ഫോട്ടോ ഇല്ല കേട്ടോ. RDR കളിച്ച അവിടുന്ന് ഐഡിയ നോക്കി, ആർക്ക് എടുത്ത അവിടുന്ന് ഐഡിയ നോക്കി. നീയൊക്കെ ഇത് കളിക്കാത്ത എല്ലാവരുടെ എടുക്കുന്ന ഐഡിയ നോക്കി കുഴപ്പമില്ല. അപ്പൊ ഈഗോ അടിച്ചു കേട്ടോ. അങ്ങേരി ക്യാമറ കട്ടിവിളി തലയാണ്. ഞാൻ പറഞ്ഞതാ.